എറണാകുളം കുറുപ്പംപടിയിൽ കുരുന്നു പ്രായത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ട രണ്ട് പെൺകുട്ടികൾ പിന്നീട് അമ്മയുടെ സംരക്ഷണയിൽ വളരേണ്ടവരായിരുന്നു അവർ. എന്നാൽ അമ്മ ഈ 8-10 വയസ്സ് പ്രായമുള്ള രണ്ട് പെൺകുട്ടികളെ ഒരു കഴുകൻ്റെ മുന്നിലേക്കാണ് എറിഞ്ഞുകൊടുത്തത്. കുറുപ്പംപടിയിൽ സഹോദരിമാരായ രണ്ട് പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പ്രതി ധനേഷിനെ വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. പീഡന വിവരം മറച്ചുവെച്ചതിനും പെൺകുട്ടികളെ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചതിനും കുട്ടികളുടെ അമ്മയെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ പിന്നീട് റിമാൻഡ് ചെയ്തു. പെൺകുട്ടികൾക്ക് അമ്മയും പ്രതി ധനേഷും ചേർന്ന് നിർബന്ധിച്ച് മദ്യം നൽകിയിരുന്നുവെന്നാണ് കുട്ടികളുടെ മൊഴി. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ഏറെ സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയായിരുന്നു കുറുപ്പംപടിയിൽ നിന്നും കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. രണ്ട് പെൺകുട്ടികൾ 8-10 വയസ്സ് പ്രായമുള്ള രണ്ട് പെൺകുട്ടികളെ 2 വർഷത്തോളം അമ്മയുടെ കാമുകൻ ക്രൂരമായി ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. അതിന് അമ്മ കൂട്ടുനിൽക്കുന്നു. സ്വന്തം അമ്മ ഈ പെൺകുട്ടികൾക്ക് മദ്യം നൽകുന്നു. ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണല്ലോ പുറത്തു വന്നത്. ഈ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള നീക്കം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ഈ അമ്മയെ ചോദ്യം ചെയ്തതിൽ നിന്നും എന്തൊക്കെ വിവരങ്ങളാണ് ലഭ്യമായത് ആജ്ഞ? ഈ അധ്യാപികയുടെ മൊഴിയിൽ നിന്നാണ് കുട്ടികൾക്ക് നിരന്തരം മദ്യം കൊടുത്ത ശേഷമാണ് ഇയാൾ ലൈംഗിക ഉപയോഗത്തിനായി പെൺകുട്ടികളെ ഉപയോഗിച്ചത്, ലൈംഗികമായി കുട്ടികളെ പീഡിപ്പിച്ചത് എന്നുള്ള വ്യക്തത വന്നതിന് ശേഷമായിരുന്നു. ആദ്യം കുട്ടികളുടെ മൊഴിയെടുത്തിരുന്നു. അതിനുശേഷം പരീക്ഷയ്ക്ക് ശേഷം അവരുടെ മൊഴി വീണ്ടും എടുക്കാം, വിശദമായി ഇത്തരം മൊഴിയിലേക്ക് പോകുമെന്നായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയിച്ചിരുന്നത്. പക്ഷേ അധ്യാപികയെ ചോദ്യം ചെയ്തപ്പോൾ അധ്യാപികയുടെ മൊഴിയെടുത്തപ്പോഴാണ് അധ്യാപികയാണ് പറഞ്ഞത്, ഈ 12 വയസ്സുള്ള പെൺകുട്ടിയാണ് തന്നോട് പറഞ്ഞത് ഇത്തരത്തിൽ അമ്മയും ഈ ധനേഷും നിർബന്ധിച്ച് കള്ളു കുടിപ്പിക്കുമായിരുന്നു. അതിനുശേഷമായിരുന്നു ഇയാൾ ലൈംഗികമായി കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചത്. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഇയാൾ വീട്ടിൽ വരും. ഈ ദിവസങ്ങളിലൊക്കെ തങ്ങളെ കൊണ്ട്, അതായത് തന്നെ അനിയത്തിയും കൊണ്ട് കള്ളു കുടിപ്പിക്കുമായിരുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെ ഈ പെൺകുട്ടി അധ്യാപികയോട് ഷെയർ ചെയ്തതാണ്. അങ്ങനെ അധ്യാപികയുടെ മൊഴിയെടുത്ത ശേഷമാണ് പോലീസ് വീണ്ടും കുട്ടികളുടെ മൊഴി വിശദമായി എടുക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. അതേ തുടർന്നാണ് വീണ്ടും കുഞ്ഞുങ്ങൾ മദ്യത്തിന് അടിമയാക്കുന്ന അല്ലെങ്കിൽ മദ്യം നൽകി കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ട് എന്ന് പോലീസിന് മനസ്സിലാകുന്നത്. അമ്മയ്ക്കതിൽ പങ്കുണ്ട്. അമ്മയുടെ അറിവോട് കൂടിയാണ് പീഡനങ്ങൾ നടന്നിട്ടുള്ളത്. ഈ പീഡനം നടന്ന ദിവസം തന്നെ അല്ലെങ്കിൽ വിവരം റിപ്പോർട്ട് ചെയ്ത ദിവസം തന്നെ പോലീസിന് അത്തരം കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. അമ്മയുടെ അറിവോട് കൂടിയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മയുടെ അറസ്റ്റ് ഇന്നലെ വരെ വൈകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. പക്ഷേ തുടർന്ന് പെൺകുട്ടികളുടെ മൊഴി എടുക്കുന്നു. പ്രതി ധനേഷ് തന്നെ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച്, അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് ഈ അമ്മ കുഞ്ഞുങ്ങളെ താൻ പീഡിപ്പിക്കുന്നത് കഴിഞ്ഞ 3 മാസമായി അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്ന് തന്നെയായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലും അധ്യാപികയുടെ മൊഴിയും കുട്ടികളുടെ മൊഴിയും അമ്മയുടെ കൺമുന്നിൽ വെച്ച് പെൺകുട്ടികളെ പീഡിപ്പിച്ചു, അമ്മ പീഡിപ്പിക്കാൻ ഒത്താശ ചെയ്തു എന്നാണോ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത്? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. അമ്മയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ധനേഷ് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത്. അത് മാത്രമല്ല, ഇയാള് കൂടുതൽ കുട്ടികളിലേക്ക് തന്റെ ഈ ഒരു പ്രവണത വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കുട്ടിക്ക് ഇവളുടെ കൂട്ടുകാരിയെ കൂടി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്ന് നിർബന്ധിച്ചതും ഭീഷണിപ്പെടുത്തിയതും ഒക്കെ അത്തരത്തിലാണ്. ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ടീച്ചറിന്റെ കയ്യിലെത്തുന്നതും ഈ കുറിപ്പ് ടീച്ചറിന്റെ കയ്യിലെത്തുന്നതും ഇതിന്റെ ഭാഗമായി ടീച്ചർ പോലീസിനെ അറിയിക്കുന്നതും ചെയ്യുന്നത്. അങ്ങനെയാണ് പീഡന വിവരം പുറത്തറിയുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ കുഞ്ഞുങ്ങൾ ഈ കെണിയിൽപ്പെട്ട് പോകുമായിരുന്നു. ഇപ്പോഴവർ CWCയുടെ ഷെൽട്ടർ ഹോമിലാണ് ഉള്ളത്. കാരണം ടോം സൂചിപ്പിച്ചതുപോലെ അച്ഛൻ മരിച്ച ശേഷം പറക്കമുറ്റാത്ത 2 പെൺകുഞ്ഞുങ്ങളാണ്. അവരെ പൊന്നുപോലെ കാക്കേണ്ട അമ്മയാണ് ഇങ്ങനെ കാമുകന് മുന്നിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, അയാൾ തന്നെ കളഞ്ഞിട്ട് പോകാതിരിക്കാൻ വേണ്ടി കാമുകന് മുന്നിൽ ഇത്തരത്തിൽ 2 പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊടുത്തത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും സങ്കടകരമായ കാര്യം. അതുമാത്രമല്ല, ഈ കുഞ്ഞുങ്ങളെ മദ്യം കുടിപ്പിച്ചുകൊണ്ട് ഇവരെ പീഡനത്തിന് ഇരയാക്കുന്ന ഒരു സാഹചര്യത്തിലെ കൂടി അമ്മ കൂടി കൂട്ടുനിന്നു എന്ന് പറയുന്നതിലാണ് അതിലെ ഏറ്റവും വലിയ മനുഷ്യത്വമില്ലായ്മ എന്ന് വേണം ചൂണ്ടിക്കാണിക്കാൻ. കാരണം ഏതൊരു സമയത്തും
എത്തരം സാഹചര്യങ്ങളിലും എല്ലാവരും ആശ്രയിക്കുന്നത് അമ്മയാണ്, അല്ലെങ്കിൽ അമ്മയുടെ തണലാണ്. ഈ ഒരു തണൽ പോലും കുഞ്ഞുങ്ങൾക്ക് നഷ്ടമായിരുന്നു. അത് 8ഉം 10ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് തുറന്നു പറയാൻ പോലും കഴിയാത്ത, പ്രാപ്തിയില്ലാത്ത കുഞ്ഞുങ്ങളെയാണ് ഇത്തരത്തിൽ ഈ ടോം സൂചിപ്പിച്ച അതേ പദം ഞാൻ ഉപയോഗിക്കണം, ഇങ്ങനെ ഒരു കഴുകന് മുന്നിലേക്ക് ആ അമ്മ എറിഞ്ഞു കൊടുത്തത് എന്നുള്ളതാണ് ഇതിലെ അങ്ങേയറ്റം നിഷ്കരുണമായ വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ആ അമ്മയുടെ സംരക്ഷണം, കാരണം ഇതുപോലെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം സുഖത്തിനു വേണ്ടി ഈ കുഞ്ഞുങ്ങളെ കാമുകന് ഇട്ടുകൊടുത്ത, അല്ലെങ്കിൽ കാമുകന് ലൈംഗികമായ വേഴ്ചകൾക്ക് വേണ്ടി ഇട്ടുകൊടുത്ത ആ അമ്മ ഇനി പുറം ലോകം പോലും കാണരുത്. കാരണം അവർക്കെതിരെ ശക്തമായ നടപടിയാണ് വേണ്ടത്. ഈ അമ്മയുടെ, ആ യുവതിയുടെ സംരക്ഷണയിൽ ആ കുഞ്ഞുങ്ങൾ ഇനി വളരേണ്ടതില്ല. അവരെ ചേർത്ത് നിർത്തേണ്ടത് നമ്മുടെ ഭരണകൂടമാണ്.